കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞത് അപെക്സ് ടോക്കൻ്റെ ഫേസ് 2 എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഫേസ് 2 നമുക്ക് എല്ലാവർക്കും അറിയാം. അപെക്സ് ടോക്കൻ്റെ സാധാരണയുള്ള സ്റ്റേക്കിംഗ് പ്ലാൻ അല്ല ഫേസ് 2 എന്ന് പറയുന്നത്. അത് ഫേസ് 1 ആണ്. ഫേസ് 2 എന്ന് പറയുന്നത് നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ ആദ്യം അപെക്സ് ടോക്കൺ എത്തിക്കുക. ആ ടോക്കന് നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് നേരിട്ട് തന്നെ സ്റ്റേക്ക് ചെയ്യുക. അതിൻ്റെ പ്രോഫിറ്റ് 2 മുതൽ 4 വരെയുള്ള ശതമാനം അപെക്സ് ടോക്കനായിട്ട് ഓരോ ദിവസവും വാലറ്റിൽ വരുന്നതാണ്. ഇത് ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് നേരിട്ടാണ് നടക്കുന്നത്. സ്മാർട്ട് കോൺട്രാക്റ്റ് വഴി ഡീസെൻട്രലൈസ്ഡ് ആയി നടക്കുന്നതാണ്. ശനിയെന്നോ ഞായറെന്നോ വ്യത്യാസമില്ല. അതുപോലെ ഫേസ് 1 പോലെ 225 ദിവസമോ 1 വർഷം എന്നോ അങ്ങനെയൊന്നും കണക്കില്ല. ലൈഫ് ടൈം ഈ പ്രോഫിറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ കഴിഞ്ഞ 3 വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നിച്ച് ഞാനൊന്ന് കാണിക്കാം. അതിൻ്റെ വിശദമായിട്ട് നമ്മൾ ആ വീഡിയോകൾ ഓരോന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞത് ഒന്ന് XT.com നിന്ന് ഏത് എക്സ്ചേഞ്ചും ആവാം, ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏത് എക്സ്ചേഞ്ചും ആവാം, അവിടെ നിന്ന് പിന്നെ ഞാൻ .com തുറന്നിട്ടുണ്ട്. ഈ എക്സ്ചേഞ്ച് കുറച്ച് യൂസർ ഫ്രണ്ട്ലിയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ചെയ്യാനൊക്കെ പറ്റുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. മുമ്പ് ബിറ്റ്മാർട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ കൂടുതൽ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞത് നമ്മുടെ അസറ്റ് എടുക്കുക. ഈ താഴെ ഇതാ നമുക്ക് അസറ്റ് കാണാം. അസറ്റ് എടുക്കുക. അതിൽ നിന്ന് മുകളിൽ ഇവിടെ സ്പോട്ട് എന്ന് കാണാം. സ്പോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള USDT എത്രയാണ് അഥവാ ഡോളർ എത്രയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഡോളർ വെച്ചിട്ട് നമ്മൾ അപെക്സ് ടോക്കൺ മേടിക്കുക. ഇവിടെ ഇപ്പോൾ അപെക്സ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുകളിൽ സെർച്ച് ചെയ്യുക. ഇവിടെ താഴെ നമ്മൾ ട്രേഡ് എന്ന് കൊടുക്കുക. ട്രേഡ് കൊടുത്തിട്ട് ഇവിടെ ഇപ്പം നിലവിലുള്ളത് BNB ആണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, BNBയും കൂടെ വേണം. ഒരു $10-15 ഒരു BNB നമ്മൾ മേടിച്ചിട്ട് അതും കൂടെ ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുക. ചെറിയ $1 പോലും വേണ്ട, ചെറിയ BNB ആവശ്യമുള്ള $1 BNB ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ പൈസ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ വാങ്ങുന്ന സമയത്ത് $1 $2 ഒന്നും നമുക്ക് മേടിച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു $10-15 BNB മേടിക്കേണ്ടി വരും. എന്നിട്ട് അതും കൂടെ ട്രസ്റ്റ് വാലറ്റിൽ നിക്ഷേപിക്കുക. അപ്പോൾ BNB ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, അത് ആ വീഡിയോ നോക്കിയാൽ മതി. ഇത് മാറ്റിയിട്ട് ഞാൻ APX എന്ന് അടിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ അപെക്സിൻ്റെ സിമ്പിൾ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പം അപെക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 0.21 ആയിരുന്നു മിനിഞ്ഞാന്ന് ഞാൻ വീഡിയോ എടുത്ത സമയത്ത്. ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ 0.26 ആയിട്ടുണ്ട്, 0.26 ആയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇത് 0.50 വരെ എല്ലാം പോയിട്ടുണ്ട്. 50, 40, 45 എല്ലാം ഈ അടുത്ത സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് പൊതുവെ ക്രിപ്റ്റോ ഈ ഫെബ്രുവരി ലാസ്റ്റിൽ ഇങ്ങനെ താഴുന്ന സമയത്താണ് ഇതിൻ്റെ വിലയൊക്കെ താഴ്ന്നിട്ടുള്ളത്. അതിനടുത്ത മാസങ്ങളിൽ വീണ്ടും മുകളിലേക്ക് കയറിപ്പോകും. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അപെക്സ് ആണ് സെലക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ബൈ ആണ്, നമ്മൾ വാങ്ങുകയാണ്. ലിമിറ്റ് ഓർഡർ എന്നുള്ളത് മാർക്കറ്റ് ഓർഡറിലേക്ക് മാറ്റുക. എത്ര എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കുക. ഒരു 100 അപെക്സ് നമ്മൾ മേടിക്കുക. എന്നിട്ട് അത് മാക്സിമത്തിൽ ക്ലിക്ക് ആയിപ്പോയി. ഒരു 100 അപെക്സ് മേടിച്ചിട്ട് അത് ബൈ കൊടുത്താൽ മതി. ബൈ കൊടുത്താൽ നമ്മളിവിടെ വീണ്ടും അസറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ BNB കണ്ടില്ലേ, USDT BNB, അതിൻ്റെ താഴെ APX കാണും. അങ്ങനെ നമുക്ക് പോവാം. ഇനി നമുക്കിത് പിന്നെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊണ്ടുപോകാം. ഉദാഹരണത്തിന് BNB, അപെക്സും ഇതുപോലെ തന്നെയാണ്.
അപെക്സ് കൊണ്ടുപോകുമ്പോൾ അപെക്സ് സെലക്ട് ചെയ്യുക, BNB കൊണ്ടുപോകുമ്പോൾ BNB സെലക്ട് ചെയ്യുക. നമ്മളിവിടെ നിന്ന് കൊണ്ടുപോവാണ്, അപ്പോൾ വിഡ്രോ സെലക്ട് ചെയ്യണം. ഓൺ ചെയിൻ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്, അഥവാ വേറൊരു എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. നെറ്റ്വർക്ക് BEP20 BNB സ്മാർട്ട് ചെയിൻ, അത് BEP20ൻ്റെത് BNB സ്മാർട്ട് ചെയിൻ അല്ലെങ്കിൽ BEP20 എന്തെങ്കിലും ഉണ്ടാവും, അത് കൊടുക്കുക. എത്ര എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ കാണും. വിഡ്രോ കൊടുക്കുക. ഇതിപ്പോൾ അത്ര ഇല്ലാത്തതുകൊണ്ടാണ്, അപ്പോൾ ഞാൻ $10 BNB മേടിച്ചിരുന്നത്, അപ്പോൾ അത് പോരാ, 0.13 വേണമെന്നാണ് പറയുന്നത്. 0.16 വേണം, 0.16 വേണം, 0.13 ഉള്ളൂ എന്നാണ് അവിടെ എഴുതി കാണിക്കുന്നത്. കുഴപ്പമില്ല, ഏതായാലും അങ്ങനെ നമ്മൾ കൊടുക്കുക. ട്രസ്റ്റ് വാലറ്റിൽ എടുത്തിട്ട് ട്രസ്റ്റ് വാലറ്റിൽ നമ്മളിതാ BNB സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ വിഡ്രോ ആണ് കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ റിസീവ് ആണ് കൊടുക്കുന്നത്. ഇവിടെ കൊണ്ടുവരില്ല, റിസീവ്. ഇതാണ് അഡ്രസ്സ്, അവിടെ കൊടുക്കേണ്ട അഡ്രസ്സ് ഇതാണ് കേട്ടോ. അതുപോലെ അപെക്സ് ആണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് APX എടുക്കുക, എന്നിട്ട് അതിൻ്റെ റിസീവ് അഡ്രസ്സ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ അഡ്രസ്സ് അവിടെ കൊണ്ടുപോയി കോപ്പി ചെയ്യുക. അത് അവിടെ വിഡ്രോയിൽ എന്നിട്ട് കൊടുക്കലോട് കൂടെ ഇവിടെ എത്തുക. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ് ഈ കാണുന്നത്. 440 അപെക്സ് നമ്മളിവിടെ കൊണ്ടുപോകണം. 440.87. ഇത് $500 നമ്മൾ മേടിച്ചതാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. എത്ര ഫീസ് കാര്യങ്ങളൊക്കെ എത്ര പോയത്, അതിൻ്റെ ഡേറ്റ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് അതിൽ. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ 5893 അപെക്സ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. 5893 അപെക്സ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പം ഇനി ഈ അപെക്സിനെ നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നതാണ് നമ്മൾ പിന്നീട് കാണിച്ചത്. അത് നമുക്ക് ലിങ്ക് തന്നിട്ടുണ്ടാവും, ആ ലിങ്ക് വഴി ആണ് നമുക്ക് സ്റ്റേക്ക് ചെയ്യേണ്ടത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ phase 2 ലിങ്ക് അതാണ്. ഇതുപോലൊരു ലിങ്ക് കിട്ടും, ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വാലറ്റ് കണക്റ്റ് കൊടുക്കുക. ട്രസ്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക, വെരിഫിക്കേഷൻ കൊടുക്കുക. ഒരിക്കലും കൂടെ വാലറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. നെറ്റ് സ്പീഡ് കുറവുണ്ട്. കണക്ട് വാലറ്റ് കൊടുക്കുക. ട്രസ്റ്റ് വാലറ്റ് വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ 5893 ഇവിടെ കാണിക്കുന്നത്. 5893. ഇതൊക്കെ ഇതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നോക്കുക. അപ്പോൾ ബാലൻസ് APX ബാലൻസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് 6000 സംതിങ് ആയിരുന്നു. അതിവിടെ 5000 അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ ബേണായ എമൗണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു, ബേണായി പോകും. നമ്മൾ എത്രയാണോ ചെയ്യുന്നത് അതിൻ്റെ 42% ബേണായി പോകും, അത് നമ്മൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് 2% വെച്ച് പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. ഇവിടെ 3400 ആണപ്പോൾ എനിക്ക് പ്രോഫിറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, 2 ദിവസമായപ്പോൾ 3577 ഏകദേശം 100-ലധികം അപെക്സ് എനിക്ക് 2 ദിവസം കൊണ്ട് വന്നു. ഇങ്ങനെയാണ് അത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് എടുക്കുക, ഇവിടെ 100 എന്ന് അടിച്ചു കൊടുക്കുക. 100 നമ്മൾ കൊടുക്കുന്നുണ്ട്, 100 കൊടുക്കുക. അപ്പോൾ കണ്ടോ, 100 അപെക്സ് ടോക്കൺ നമുക്ക് സ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ
അവിടെ എഴുതി കാണിക്കുന്നുണ്ട് 142.86 വേണം. 142.86 വേണം. അപ്പോൾ 100 കൊടുത്താലോ? 100 കൊടുത്താൽ അതിൽ നിന്ന് 42 പോയിട്ട് ബാക്കി 58 അപെക്സ് ആയിരിക്കും നമുക്ക് സ്റ്റേക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 100 മാത്രമേ ഉള്ളൂ, 100 നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് 42 പോകും, 58 ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഒരു ഓപ്ഷനാണ്. നമുക്ക് വില കുറവുള്ള സമയത്ത് അപെക്സ് പരമാവധി വാങ്ങി ഇതുപോലെ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു അപെക്സ് നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ ആ നഷ്ടപ്പെടുന്നതിൻ്റെ എത്രയോ ഉപരി നമുക്ക് പ്രോഫിറ്റായിട്ട് അടുത്ത ദിവസങ്ങൾ, ശനിയെന്നോ ഞായറൊന്നും വ്യത്യാസമില്ല. അതിന് 225 ഒരു വർഷമൊന്നും അങ്ങനെ കണക്കൊന്നുമില്ല. എല്ലാ ദിവസവും ലൈഫ് ലോങ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കുന്നതാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അത് കഴിഞ്ഞ 3 വീഡിയോകളിൽ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കമാണ്. വിശദാംശങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 3 വീഡിയോകളിൽ നോക്കിയാൽ മതി. ഇതിൻ്റെ ലിങ്ക് മറ്റു കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്.